Hi friends, Assalamu alaikum. Welcome back to my channel Mymoonz kitchen. Hi all, Ramalan Kareem. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്, സിമ്പിൾ ബട്ട് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കട്ട്ലറ്റ് ഇല്ലാണ്ട് എന്ത് നോമ്പ് തുറല്ലേ. അപ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കണ്ടേ. കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ പല വെറൈറ്റി ഓഫ് കട്ട്ലറ്റ്സ് ഉണ്ട്. വെജിറ്റബിൾസിൻ്റെതുണ്ട്, മീറ്റിൻ്റെത്, ഫിഷിൻ്റെതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചെമ്മീൻ വെച്ചിട്ടാണ്. പൊതുവേ നമ്മൾ ചെമ്മീൻ വെച്ച് എന്തുണ്ടാക്കിയാലും അതിന് വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും അല്ലേ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ ചെമ്മീൻ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചെമ്മീൻ കട്ട്ലറ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഭയങ്കര സിമ്പിളാണ്, ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. എന്നാലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഞാനിപ്പം കുറച്ച് ചെമ്മീൻ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീൻ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ചെമ്മീൻ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നമുക്കിപ്പം കടിക്കാൻ കിട്ടുമ്പോൾ അതിന് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലേ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചെമ്മീൻ ഞാനിപ്പം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് നമ്മൾ ആ മസാലയിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചെമ്മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ മാത്രമുള്ള ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക, നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം. പിന്നെ ഈ ചെമ്മീൻ ചിക്കൻ പോലെയോ അല്ലെങ്കിൽ ബീഫ് പോലെയോ ഒന്നും കുറേ സമയം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല. ഒരുപാട് വഴന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് റബ്ബർ പോലെയായി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മുളകൊക്കെ ഈ ചെമ്മീനിലേക്ക് കോട്ടായി നിൽക്കുന്ന വിധത്തിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ബാക്കിയുള്ളത് നമ്മൾ ഉള്ളിയൊക്കെ മണിച്ചെടുക്കുമ്പം അതിൽ കിടന്നിട്ട് അങ്ങ് വെന്ത് വന്നോളും. അങ്ങനെ ഇതാ ചെമ്മീൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കോരി മാറ്റുകയാണ്. എന്നിട്ട് ഇതേ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 2 മീഡിയം വലിപ്പത്തിലുള്ള വലിയുള്ളി അരിഞ്ഞിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കണം. ഇനി ഈ ഉള്ളിയിലേക്ക് മാത്രമായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ചെമ്മീൻ ഓൾറെഡി ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ഉപ്പ് കൂടിപ്പോകണ്ട, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഉള്ളി അത്യാവശ്യം ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് വഴന്ന് വന്നോട്ടെ, ഒരുപാടൊന്ന് കുഴഞ്ഞു പോകണമെന്നില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അതൊന്ന് കുത്തിച്ചതച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ, ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് ഈ ഒരു കട്ട്ലറ്റിന് കിട്ടും. ചെമ്മീൻ ക്രഷ് ചെയ്തിട്ടിരുന്നതിനെക്കാട്ടിലും നല്ലത് ഇതേപോലെ പീസാക്കി ഇട്ടതിന് ശേഷം കുറച്ച് ഇതേപോലെ ചതച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും. കാരണം കടിക്കാനും കിട്ടും, ആ ഒരു ഫ്ലേവറും കിട്ടുമല്ലോ. അപ്പം ഉള്ളി ഒന്ന് നന്നായി വഴന്ന് വരട്ടെ. അതിനിടയ്ക്ക് ഞാനിപ്പം ഒരു വലിയ പൊട്ടേറ്റോ ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടേറ്റോ കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സവാള ഉണ്ടോ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് വാടിക്കുഴഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ വേറെ തന്നെ പൊടികൾ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ചെമ്മീൻ മിക്സ് ആക്കുമ്പം അതിലുള്ള ആ ഒരു മുളകൊക്കെ ഉള്ളിയിലേക്ക് അങ്ങ് പിടിച്ചോടും. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ചെമ്മീനും ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ഉടച്ചെടുത്തിട്ടുള്ള പൊട്ടേറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതും കൂടെ നന്നായി മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും അരിഞ്ഞങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെമ്മീൻ മസാലയ്ക്ക് ഞാൻ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഗരം മസാലയൊന്നും ചേർത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് ഞാനിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇത് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടാറി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ബോൾസ് ആക്കി വെക്കാം. ഇനിയിപ്പം കട്ട്ലറ്റിൻ്റെ ബാക്കി പണികളിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്.
ഒരു മുട്ട ബൗളിലേക്ക് ഉടച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കോൺഫ്ലെക്സും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കോൺഫ്ലെക്സ് നമ്മൾ ഇങ്ങനെ കോട്ടിങ്ങിന് യൂസ് ചെയ്യുമ്പം കുറച്ച് ഔട്ടർ പാർട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലെക്സും അതുപോലെ ബ്രെഡ് ക്രംസും മിക്സാക്കി പൊടിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഓരോ ബോൾസും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് കോൺഫ്ലെക്സ് ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു മിക്സിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ ബോൾസും ഒരു തവണ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഡബിൾ കോട്ടിംഗ് എന്ന് പറയുമ്പം 2 തവണ ഇതേപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഔട്ടർ പാർട്ട് കുറച്ചും കൂടെ നല്ല ക്രിസ്പിയും ക്രഞ്ചിയും ആയിട്ട് കിട്ടുകയും ചെയ്യും. നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും. പിന്നെന്താ പറയുക, നല്ലൊരു ഷേപ്പാക്കി എടുക്കാനൊക്കെ പറ്റും ഡബിൾ കോട്ടിംഗ് ആകുമ്പോൾ. നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പം സിംഗിൾ കോട്ടിംഗ് ആകുമ്പം, അതായത് ഒറ്റ തവണ മാത്രം നമ്മൾ ഈ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഡബിൾ കോട്ടിംഗ് ചെയ്തെടുത്താൽ മതി. 2 തവണ ഇതേപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ആക്കിയെടുക്കാം. കട്ട്ലറ്റിന് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് ആക്കിയെടുക്കാം. ഞാനിപ്പം റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാണ്ട് ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം തവയിൽ വെച്ച് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗം നന്നായി ഒന്ന് ഫ്രൈ ആയി ക്രിസ്പിയായി വന്നതിന് ശേഷം അടുത്ത സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സൈഡ് ഫ്രൈ ആയപ്പം അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗവും നന്നായി ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. മയണൈസ് അതുപോലെ കെച്ചപ്പിൻ്റെ കൂടെ അടിപൊളിയായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളാണ് ഇത്. ചെമ്മീൻ കട്ട്ലറ്റാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നോർമൽ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെയാണ്. അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീട്ടിലെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറ. അപ്പം പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും റമലാൻ വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.